ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത പോലീസിലും രക്ഷയില്ല കേട്ടോ. 2 വനിതാ SIമാർക്ക് മുൻ SP ലൈംഗിക ചുവയുള്ള സന്ദേശം വാട്സപ്പിൽ അയച്ചെന്ന് പരാതി. തിരുവനന്തപുരം റേഞ്ച് IG അജിത ബീഗത്തിനാണ് പരാതി നൽകിയത്. പരാതിയിൽ അന്വേഷണം തുടങ്ങി. വനിതാ SIമാരുടെ മൊഴിയെടുക്കും. പോലീസ് ആസ്ഥാനത്ത് പ്രധാന പദവിയിൽ പദവി ചെയ്യുകയാണ് മുൻ SP റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, പോലീസിലും ഇങ്ങനെയുള്ളവരാ? ആരാണ് റഹീസ്? അരുൺ, അതാണ് അധികം കേട്ടുകേൾവി ഇല്ലാത്ത ഒരു കാര്യമാണ് പോലീസിൽ നിന്ന് ഉണ്ടാകുന്നത്. ഒരു IPS ഉദ്യോഗസ്ഥൻ തൻ്റെ കീഴുദ്യോഗസ്ഥരായിരുന്ന 2 SIമാർക്ക് ഡയറക്റ്റായി SI പോസ്റ്റിലേക്ക് വന്ന 2 വനിതകൾക്ക് അശ്ലീല ചുവയുള്ള മെസ്സേജ് അവരുടെ വാട്സാപ്പിൽ അയച്ചു എന്നാണ് തിരുവനന്തപുരം റേഞ്ച് DIG കൂടിയായ അജിത ബീഗത്തിന് അവർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും എന്ന ഒരു ഭീഷണി കൂടി അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. തെക്കൻ ജില്ലയിൽ തെക്കൻ കേരളത്തിലെ ഒരു ജില്ലയിൽ SP ആയി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു തന്ത്രപ്രധാനമായ ഒരു പദവിയിൽ തന്നെയാണ് ഉള്ളത്. പോലീസ് ആസ്ഥാനത്തെ ഒരു പദവിയിലാണ് അദ്ദേഹം ഉള്ളത്. മുമ്പും ഈ ഉദ്യോഗസ്ഥനെതിരെ പലതരത്തിലുള്ള ഈ ലൈംഗിക ചുവയുള്ള മെസ്സേജ് അയച്ചു എന്ന തരത്തിലല്ലാത്ത തരത്തിൽ വിവാദങ്ങൾക്കിടയാക്കുന്ന പലതരത്തിലുള്ള ഇതിനും ഇടയാക്കിയിരുന്ന ഒരു ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ അജിത ബീഗം ഈ 2 SIമാരുടെയും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മൊഴിയെടുത്തതിന് ശേഷം DGPക്ക് റിപ്പോർട്ട് നൽകും. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മൊഴി നൽകിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് 2 SIമാരെങ്കിൽ സ്വാഭാവികമായും വകുപ്പ് തല നടപടിക്ക് പുറമെ പോലീസ് നടപടി FIR രജിസ്റ്റർ ചെയ്തുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കേണ്ടി വരും. അതിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് അറിയേണ്ടത്. വളരെ മോശമായ ഒരു പ്രവണത മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് കിട്ടി. സ്വാഭാവികമായും ആ ജില്ലയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് ആ ജില്ലയിൽ തന്നെയുള്ള 2 SIമാരാണ്. ഒരിക്കലും ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഡയറക്റ്റായി ഔദ്യോഗികമായ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടേണ്ടതില്ല. DYSP ഉണ്ട്, SHO ഉണ്ട്. അതിനുശേഷം മാത്രമാണ് ആ ക്രമം അനുസരിച്ച് ബന്ധപ്പെടേണ്ടതുള്ളത്. പക്ഷേ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ ഭയങ്കരമായി ചൂടാകുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. അതായത് മോശം പെരുമാറ്റം എന്ന് പറയുന്നത് അശ്ലീല മെസ്സേജ് അയക്കുന്നത് മാത്രമല്ല, മോശം രീതിയിൽ മറ്റ് വാക്കുകൾ കൊണ്ടും മറ്റും പെരുമാറുന്ന ഒരു രീതി കൂടി ഈ ഉദ്യോഗസ്ഥനുണ്ട് എന്നാണ് പറഞ്ഞത്. 2 മാസം മുമ്പ് വരെ അദ്ദേഹം SP ആയിരുന്നു. അവിടെ ചില വിവാദങ്ങളിൽ പെട്ടതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദ്. പോലീസുകാരിലും ഉണ്ട് കേട്ടോ കമ്പൽസീവ് സെക്ഷൽ ഡിസോർഡർ ബിഹേവിയർ ഉള്ള ആളുകൾ. പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാ. പാവപ്പെട്ട ഈ SIമാരായിട്ട് വന്നിരിക്കുന്ന പുതിയ കുട്ടികൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ കണ്ടവരെ പോലെ അല്ല സാർ. കേരളത്തിലെ കുട്ടികളൊക്കെ ധൈര്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ശേഷിയുള്ള കുട്ടികളാണ്. ഈ SP എന്താ വിചാരിച്ചത്? ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഇഷ്ടം ഇംഗിതമൊക്കെ നിറവേറ്റാൻ കഴിയുന്നു? അങ്ങനെയൊന്നുമല്ല. ആത്മാഭിമാനത്തോടുകൂടി പണിയെടുക്കുന്നവരാണ് കേരള പോലീസിലെ വനിതകളെന്ന് പറയുന്നത്. മുതിർന്ന പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥ പദവികളിലൊക്കെ ഇരിക്കുന്നവരുടെയൊക്കെ മെസ്സേജുകളെ ധൈര്യപൂർവ്വം നേരിട്ടതിൻ്റെ ചരിത്രം കേരളത്തിലുണ്ട് സാർ.